എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നോക്കാനായി പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ? അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അവർ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കണക്ഷൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്. ഇതൊരു പേഴ്സൻ്റെ മാത്രം എനർജി ആയിരിക്കണമെന്നില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് 100% നിങ്ങൾക്ക് റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് പോസിറ്റീവായിട്ട് വിട്ടേക്കാം. ചിലർക്കിത് ലവറായിരിക്കാം, ചിലർക്കിത് സ്പൗസ് അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കാം, ചിലർക്ക് ഒരു നോ കോണ്ടാക്റ്റ് പേഴ്സൺ ആയിരിക്കാം, മറ്റു ചിലർക്കിത് പഴയ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ആളായിരിക്കാം. നിങ്ങൾ ആരെയാണ് മനസ്സിൽ വെച്ച് ഈ റീഡിംഗ് കാണുന്നത്, ആ പേഴ്സൻ്റെ എനർജിയുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. കാർഡ്സ് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു കണക്ഷൻ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഒരു വില കൊടുക്കുന്നുണ്ട്, നല്ല വിലപ്പെട്ടതായിട്ട് കരുതുന്നുണ്ട്. ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായുള്ള കണക്ഷൻ പൂർണ്ണമായി അവസാനിച്ച ഒരു ചാപ്റ്റർ പോലെ തോന്നുന്നില്ല. അവർക്കുള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാകാം, ഇത് ഇത്ര എളുപ്പത്തിൽ വിട്ട് കളയേണ്ട കണക്ഷൻ അല്ല എന്നൊരു തോന്നലുണ്ടാകാം. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന സമയം പഴയ കോൺവെർസേഷൻസ്, മെമ്മറീസ്, ഒരുമിച്ച് ചെലവഴിച്ച മൊമെന്റ്സ്, നിങ്ങളിൽ നിന്ന് ലഭിച്ച ഇമോഷണൽ സപ്പോർട്ട് എന്നിവ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുള്ളത് ഫീലിങ്സ് ഉണ്ടെന്ന് മാത്രമാണ്. ആക്ഷൻ ഉടൻ എടുക്കും എന്നൊരു അർത്ഥമില്ല. ഫീലിങ്സ് ഉണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ ടൈമിംഗ്, സർക്കംസ്റ്റൻസസ്, ഫിയർ, കൺഫ്യൂഷൻ, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുകയോ പിന്നോട്ട് നിൽക്കുകയോ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഞാൻ മുന്നോട്ട് വന്നാൽ ശരിയായൊരു സമയമാണോ, കാര്യങ്ങൾ കുറിച്ച് സെറ്റിലാകട്ടെ, അതിനുശേഷം മുന്നോട്ട് വരാം, ഈ ഒരു പേഴ്സണെ ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ട്സ്. ഇനി കുറച്ച് പേരിൽ അവർക്കൊരു സാധാരണ കണക്ഷൻ ആയിട്ടല്ല തോന്നുന്നത്. മറ്റു ചിലരിൽ ഇതൊരു സാധാരണ കണക്ഷൻ അല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു മീനിങ് ഫുൾ റൊമാൻറ്റിക് കണക്ഷനായി കാണുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ അവർക്ക് എന്തോ പ്രത്യേകത തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതല്ലെങ്കിലും നിങ്ങളുമായുള്ള കണക്ഷനിൽ ഉണ്ടായിരുന്ന ഇമോഷണൽ ഡെപ്ത് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ചിലർക്കിത് ഇവൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ ആയിരുന്നോ എന്നെ ശരിക്കും മനസ്സിലായത്, നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത് വേറിട്ടൊരു കണക്ഷൻ ആയിരുന്നോ, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത്ര വാല്യൂ കൊടുത്തോ, ഞാൻ ഈ പേഴ്സണെ നഷ്ടപ്പെടുത്തിയോ എന്നുള്ള തോട്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫീലിങ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു റീഡിങ്ങിൽ എനർജി പ്രകാരം ഒക്കെ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ റൊമാൻറ്റിക് അറ്റാച്ച്മെൻറ്റ് ശക്തമായി കാണിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും കാണിക്കുന്നത് മറ്റ് ചിലരുടെ എനർജിയിൽ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സിൽ വരുന്നത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തി ഇപ്പോഴും അവരുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു മെസ്സേജ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടല്ല അവർ പിന്നോട്ട് നിൽക്കുന്നത് എന്നൊരു എനർജിയാണ് കാണിക്കുന്നത്. പാസ്റ്റ് ഹർട്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, എന്തെങ്കിലും മിസ്റ്റേക്സ്, ഈഗോ, വേർഡ്സ്, പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല, ഇമോഷണൽ ഡിസ്റ്റൻസ്, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഒരു വെയിറ്റേജ് ഇപ്പോഴും ആ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടാകാം. അവർ സ്വന്തം ഭാഗത്തേക്ക് നോക്കുന്നുണ്ടാകാം. എനിക്ക് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടാകാം. അന്ന് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നോ, തെറ്റായിപ്പോയി, ഇങ്ങനെയുള്ള ചിന്തകളാണ്. നമ്മൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാമായിരുന്നോ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാണ്. ചിലർക്ക് ഒരു ഗിൽറ്റ് എനർജിയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ അതിൻ്റെ ഒരു റിയലൈസേഷൻ ഉണ്ടാകാം. മറ്റു ചിലർക്ക് നിങ്ങളിൽ നിന്ന് ഹേർട്ട് ഉണ്ടായിട്ടും ഇപ്പോൾ അവരുടെ മനസ്സിൽ മറ്റു ചിലർക്ക് നിങ്ങളിൽ നിന്ന് ഹേർട്ട് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, മനസ്സിനോട് സ്വയം ചോദിക്കുകയാണ്. ഇങ്ങനെയൊരു ചോദ്യം അവർ മനസ്സിൽ ചോദിക്കുകയാണ്. അതുപോലെ മറ്റു ചിലരിൽ ഇവിടെ ഒരു സ്ട്രോങ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് മറ്റു ചിലരിൽ കാണിക്കുന്നത്. അവർ പുറത്തേക്ക് കാമായി പെരുമാറിയാലും ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് അതിയായി ചിന്തിക്കുന്നുണ്ട്, പുറത്ത് കാണിക്കുന്നില്ല. നോ കോണ്ടാക്റ്റ് ഉള്ളവർക്കാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന തോട്ട് പലപ്പോഴും വരാം. പക്ഷേ എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു ഹെസിറ്റേഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്.
അവർക്ക് ആദ്യം സിറ്റുവേഷൻ ശരിയാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകാം. ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് കുറച്ചു പേര് ചിന്തിക്കുകയാണ്. ഇനി ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആളിന് റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഒരു റിയലൈസേഷൻ എനർജി വളരെ ശക്തമായിട്ടാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പോൾ അവർ ചില കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി കണ്ടിരിക്കാം. ഗ്രാൻഡഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാകാം. ഇപ്പോൾ ഡിസ്റ്റൻസ് വന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് നിങ്ങളെ ഓർത്ത് നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നത് ജെനുവിൻലി ഒരു സ്പെഷ്യൽ ആയിരുന്നോ എന്ന തോട്ട് വരാം. ഈ ഒരു പേഴ്സൺ പാസ്റ്റിനെ വീണ്ടും മെൻ്റലി റിവ്യൂ ചെയ്യുന്നതായി മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇനി മറ്റു ചിലരുടെ പേഴ്സണ് ഫീലിങ്സ് ഉണ്ടെങ്കിലും പാസ്റ്റ് പെയിൻ ആണ് വലിയ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് അഫെക്ഷൻ ഉണ്ടാകാം, പക്ഷേ അതിനൊപ്പം ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹേർട്ട് കൂടി ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാർട്ട് പറയുന്നു, ഇപ്പോൾ ഹാർട്ട് പറയാണ് പോയിക്കോളൂ, ഗോ ബാക്ക് പറയുന്നുണ്ട്. ബട്ട് മൈൻഡ് പറയുന്നു കെയർഫുൾ, വളരെ ശ്രദ്ധിക്കുക എന്നൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇവർക്ക് ഈ ഒരു സമയം ഉണ്ടാകാം. ഇവർക്ക് ശരിക്കും ഹീലിംഗ് ആവശ്യമായിട്ടാണ് കാണിക്കുന്നത്. ഇനി മറ്റു ചിലരുടെ എനർജിയിൽ പേഴ്സണ് നിങ്ങളുമായുള്ള കണക്ഷന് സെക്കൻഡ് ചാൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരിക്കുകയാണ്. മറ്റു ചിലരുടെ എനർജിയിൽ പേഴ്സൺ നിങ്ങളുമായുള്ള കണക്ഷന് സെക്കൻഡ് ചാൻസ് ഉണ്ടാകുമോ എന്നൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചിന്തയിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവർക്ക് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ വീണ്ടും സംസാരിച്ചാൽ എന്താകും എന്ന ക്യൂരിയോസിറ്റി ഉണ്ടാകാം. ഇവിടെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. ഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പതിയെ അൺഫോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ മറ്റ് ചിലരിൽ ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത് ഒരു ഇമോഷണലി മീനിങ് ഫുൾ, അൺഫർഗറ്റബിൾ, കെയറിങ്, ജെന്യുവിൻ, ഡീപ്പ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പെർസീവ് ചെയ്യാം. നിങ്ങളുമായുള്ള കണക്ഷൻ അവർക്കൊരു ലെസൺ കൂടി ആയിരിക്കാം. അതുപോലെ ഇനി കുറച്ച് പേരിൽ ഈ ഒരു കാർഡ്സ് മാത്രം നോക്കി തീർച്ചയായും കോണ്ടാക്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷനെ തടയുന്ന ഇമോഷണൽ ബാഗേജ് ആദ്യം ഹീൽ ചെയ്യണം എന്ന മെസ്സേജാണ് ക്ലിയറാണ് കാണിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. കോണ്ടാക്റ്റ് വന്നാൽ പോലും പഴയ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാതെ ഫർഗീവ്നെസ് പ്ലസ് ഒരു ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് താങ്കളുടെ സൈഡിൽ നിന്നെന്ന് കാണിക്കുന്നു. ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ പഴയത് പറയാതിരിക്കുക. ഈ ഒരു കണക്ഷനിൽ ഫീലിങ്സ് ഉണ്ട്. ഇത് ഓവറാൾ റീഡിങ്ങിൽ ഇപ്പോൾ നോക്കുകയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്ന് മാത്രം നോക്കാതെ ഈ ഒരു ബന്ധം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചതെന്ന് കൂടി നോക്കുക. അതുകൊണ്ട് ചിലരുടെ സ്റ്റോറിയിൽ ഒരു കണക്ഷൻ ഉണ്ടാകാം എന്ന് കാണിക്കുന്നു. മറ്റു ചിലരുടെ സ്റ്റോറിയിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ഡീപ്പ് ലെസൺ പൂർത്തിയാക്കി ഒരു പുതിയ ചാപ്റ്റർ തുറക്കാനായിട്ടുള്ളൊരു വഴിയാകാം. നിങ്ങൾക്ക് ഇതിൽ ഏതിനോടാണ്? അതുപോലെ ഒരാളെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതം പോസ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഹീലിംഗ്, പീസ്, സെൽഫ് വർത്ത് അതാണ് ആദ്യം നോക്കേണ്ടത്. സെൽഫ് ലവിലോട്ട് വരിക, പോസിറ്റീവായിട്ട് പോവുക, സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡെയിലി ഗൈഡൻസ് ആൻഡ് ബ്ലെസ്സിങ്സിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസിനായി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു യൂണിവേഴ്സ്. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.